ഇസ്രായേൽ മന്ത്രിയെ അമേരിക്കയിൽ എറിഞ്ഞോടിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേലിൻ്റെ മന്ത്രിയെ അമേരിക്കയിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെയും അമേരിക്കയും പത്രം തന്നെ സംയുക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2 ദിവസം മുമ്പാണ് ഇതിന് ആസ്പദമായിരിക്കുന്ന സംഭവം അമേരിക്കയിൽ വെച്ച് നടന്നത്. നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇറ്റാമിൻ ബെൻഗിറിനാണ് ഈ ഹതഭാഗ്യം ഉണ്ടായത്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നതോടനുബന്ധിച്ചാണ് ഫലസ്തീൻ അനുകൂലികളും ഇസ്രായേൽ വിരുദ്ധരുമായിരിക്കുന്ന പ്രക്ഷോഭകാരർ ഇദ്ദേഹത്തെ വളയുന്നത്. വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സ്ഥലത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. അവർക്ക് സുരക്ഷിത ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലൊക്കെ സൈനികർക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് സുരക്ഷാ രീതിയിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ വേണ്ടി സാധിച്ചത്. അതോടനുബന്ധിച്ച് വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ട് അദ്ദേഹത്തെ തിരുതിര എറിയുന്ന ദൃശ്യങ്ങളെല്ലാം അന്താരാഷ്ട്ര മീഡിയകൾ പ്രക്ഷോഭനം ചെയ്തു. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ എറിഞ്ഞതിനോടനുബന്ധിച്ച് വലിയ പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്ന് ഏറ് കൊണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നീട് ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള തരത്തിലൊക്കെ പ്രതികരിച്ചു എന്ന് പറയുന്നു. അതോടനുബന്ധിച്ച് ഏറെ ശക്തിയായി എന്ന തരത്തിലൊക്കെയാണ് അത് റിപ്പോർട്ട് പറയുന്നത്. അവർ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ വംശീയ ഉന്മൂലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നേതൃത്വമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച വ്യക്തിയാണ് ഈ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ എന്നതിനാൽ അദ്ദേഹത്തെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. തങ്ങളുടെ രാജ്യത്തെ കാല് കുത്തരുത്, രാജ്യം വിട്ടു പോകണം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രക്ഷോഭകാരികൾ വിളിച്ചിരിക്കുന്നത്. വെള്ളവും ഭക്ഷണവും തടഞ്ഞുകൊണ്ട് മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു മന്ത്രിയെ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചത് തന്നെ തെറ്റാണെന്നും അയാൾക്ക് ഇവിടെ വിരാജിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം നൽകുകയില്ല എന്ന തരത്തിലും പ്രക്ഷോഭകാരികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നതാണ്. ഇസ്രായേൽ സുരക്ഷാ മന്ത്രി അമേരിക്കയിൽ അപമാനിക്കപ്പെട്ടു എന്നാണ് ഇസ്രായേലിൻ്റെ പത്രങ്ങളൊക്കെ ഇതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. സുരക്ഷാ മന്ത്രിക്ക് സുരക്ഷയില്ലാത്ത രീതിയിലായി അമേരിക്കയുടെ പ്രതിഷേധക്കാർ മന്ത്രിയായിരിക്കുന്ന ഇറ്റാമിർ ബെൻഗിനോട് കാണിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുകയാണ്. എല്ലാ കാലത്തും ഇസ്രായേലിനെ പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. 2 രാജ്യങ്ങളും പരസ്പരം നല്ലൊരു ശതമാനം ആളുകൾ ഇരട്ട പൗരത്വമുള്ളവരാണ്. ഒരു 30% എന്നൊക്കെ പറയുന്നു. അമേരിക്കയിൽ എത്തുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ടവകാശമുണ്ട്. പല ഘട്ടങ്ങളിലും ഇസ്രായേലുള്ള അമേരിക്കൻ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ടാവാറുമുണ്ട്. അത്തരക്കുള്ള ഒരു ബന്ധങ്ങൾ ഈ 2 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതിനാൽ ഒരു മന്ത്രിയൊക്കെ എത്തുക എന്ന് പറയുന്ന സമയത്ത് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് നൽകാറുള്ളത്. മാത്രവുമല്ല അമേരിക്കയുടെ പാർലമെൻറ്റിൽ പ്രസംഗിക്കാനും നിലപാട് പറയാനും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് അവകാശം നൽകാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ നിലപാട് അവർ പറഞ്ഞതും പാർലമെൻറ്റ് അംഗങ്ങൾ കൈയടിച്ചതും ചില പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്ത കുറേ വിവാദപരമായിരിക്കുന്ന സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പാർലമെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് എന്ന് പറയുന്ന നെസറ്റിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാർ അഭിസംബോധന ചെയ്യുകയും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംബോധന ചെയ്യുന്നതും സാധാരണയാണ്. പാർലമെൻറ്റ് അകത്ത് മറ്റൊരു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തോ വേറെ ഏതെങ്കിലും രാജ്യത്തോ സാധാരണഗതി ഉണ്ടാവാറില്ല. ആ രാജ്യത്തിലെ പൗരന്മാരും അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും ഒരു നിയമ നിർമ്മാണ സഭയായിട്ടാണ് പാർലമെൻറ്റിനെയും നിയമസഭയൊക്കെ സാധാരണഗതിയിൽ കാണാറുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ രീതി മാറ്റങ്ങൾക്കുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കയിൽ പോലും ഇസ്രായേലിൻ്റെ മന്ത്രിമാർക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. യാതൊരു സുരക്ഷാ കവചങ്ങളും ഇല്ലാത്ത തരത്തിലാണ് എല്ലാ കാലത്തും സ്വതന്ത്രമായ രീതിയിൽ അമേരിക്കയിലൂടെ ഇസ്രായേലിൻ്റെ മന്ത്രിമാർ സന്ദർശനം നടത്തുകയും പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് സാഹചര്യത്തിനൊക്കെ മാറ്റം വന്ന് ഏതൊരു പ്രദേശത്ത് വന്നാലും അതിനോടനുബന്ധിച്ച് തന്നെ ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ പുറത്തും അവർ താമസിക്കുന്ന മേഖലയിലെല്ലാം വലിയ പ്രതിഷേധ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ അവിടുത്തെ പാർലമെൻറ്റ് അംഗത്തോട് ചോദിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്.
നമ്മൾക്ക് സ്വതന്ത്രമായ രീതിയിൽ അമേരിക്കയുടെ ഭൂമിയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്നത് ക്ലേശകരമായിരിക്കുന്ന സാഹചര്യമാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അഭിസംബോധന ചെയ്യാൻ അല്ലെങ്കിൽ അഭിമുഖം നടത്താൻ തയ്യാറുണ്ടോ എന്ന് ഇറ്റാമർ ബെൻഗിനോട് ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ തനിക്കത് താല്പര്യമില്ലെന്നും അവരെല്ലാവരും ഇസ്രായേലിൻ്റെ നയനിലപാടിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ അനാവശ്യമായിരിക്കുന്ന ഒരു പ്രതിഷേധവും ഇതിനോടനുബന്ധിച്ച് തന്നെ ബോട്ടിലുകൾ ഏറൊക്കെ അനാവശ്യമായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. പലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പത്രക്കാർ ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാവാത്തിടത്തോളം കാലം അവിടെ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയല്ലേ ചെയ്യുക. അതിന് അറുതി വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ദേശത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ലേ ഉചിതം എന്നൊരു ചോദ്യത്തിന് ആ ദേശം സ്വതന്ത്രമാണല്ലോ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നും പറയുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചു എന്നുള്ളതും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്താകമാനമുള്ള ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ ജർമ്മനിയുടെയും ഇറ്റലിയിൽ നിന്നും റിപ്പോർട്ട് പുറത്തു വന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറിയിരിക്കുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനാവലി ഇസ്രായേൽ പൗരത്വം നിഷേധിക്കാനും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യത്തിലെ പൗരത്വം നിലനിർത്താനും താല്പര്യം കാണിക്കുന്നു. കാരണം ഭാവിയിൽ വരാൻ പോകുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും സങ്കീർണമായിരിക്കുമെന്നും ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ പലസ്തീന് സ്വാതന്ത്ര്യം കിട്ടിയാൽ പോലും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷാവസ്ഥയ്ക്ക് അറുതി വരുത്താനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നും വിലയിരുത്തുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ സങ്കീർണമായി നിലനിൽക്കെ നിങ്ങളുടെ തിരിച്ചുപോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രയാസം ഉണ്ടാവില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി അമേരിക്കൻ സർക്കാരിന് സാധിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയപ്പാടോ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ അക്രമ രീതികളൊക്കെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന്, അത് ഉദ്ദേശിച്ചത് പലസ്തീന്, യമൻ, അതേപോലെ തന്നെ ലെബനാൻ, ഈ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പെട്ട രീതികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന തരത്തിലാണ്. ഒറ്റപ്പെട്ട ആക്രമത്തെ ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ ഏതായിരുന്നാലും അമേരിക്കയിലൂടെ ഇസ്രായേലിൻ്റെ മന്ത്രിമാർക്ക് പോലും സ്വതന്ത്രമായി നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉള്ളത് എന്ന് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ സുരക്ഷാ മന്ത്രിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് റാങ്കിലുള്ള ഏറ്റവും പ്രധാന വഹിക്കുന്ന കക്ഷിയും അതോടൊപ്പം തന്നെ വലതുപക്ഷ തീവ്ര ജൂത പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് ഇറ്റാമർ ബെൻഗിവിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിയുമായിട്ട് വലിയ രീതിയിൽ പങ്കുള്ള വ്യക്തിയാണ്. അത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ യഥാർത്ഥത്തിൽ ഇറ്റാമർ ബെൻഗിൻ്റെ പേര് വരാറുണ്ട്. അദ്ദേഹം പോലും സുരക്ഷിതനല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇസ്രായേൽ ഭയപ്പാടുണ്ടാക്കുന്ന സ്ഥിതിയാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ കാര്യം, മന്ത്രിക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ ജൂത വിഭാഗത്തിലെ പൗരന്മാരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്ന് ഇസ്രായേലിനെ പ്രതികരിച്ചുകൊണ്ടൊരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. എല്ലാ രാജ്യത്തുള്ള ജൂത വിഭാഗത്തെയും സാരമായി ബാധിക്കുന്നിടത്തേക്ക് കാര്യം എത്തിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുകൂടി ആ പത്രം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.